ജ്യോതിപകം ജീവദായകം സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരി സന്തോഷത്തോടുകൂടെ ഈ ഒരു ഡിവൈൻ വോയിസിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനം നമുക്കറിയാം, പാദങ്ങൾക്ക് വിളക്കാണ്, വഴി പ്രകാശമാണ്. തേനിനേക്കാൾ മധുരമാണ്, അത് പാറയിൽ തീർക്കുന്ന കൂടമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് പെയ്തിറങ്ങുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരുവചനം കടന്നു വരുവാനായിട്ട് ഈ ഒരു ശുശ്രൂഷ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കാം. കർത്താവായ ഈശോയെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളുടെ മേൽ നിൻ്റെ കൃപയും അനുഗ്രഹവും ഭക്ഷിക്കണമേ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നല്ല ചെയ്ത കർത്താവേ, ദാഹത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ കടന്നു വരുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ വചനത്താൽ ശക്തിപ്പെടുത്തണം. എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോകട്ടെ, എല്ലാ അന്ധകാര പിടകളും വിട്ടൊഴിയട്ടെ. കർത്താവിൻ്റെ സമാധാനം ഞങ്ങളെല്ലാവരും നിറയേണ്ടയാകുകയും ചെയ്യട്ടെ. സ്നേഹം നിറഞ്ഞവരെ, സന്തോഷത്തോടുകൂടെ നമുക്ക് ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുക മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന അന്ത്യവിധിയെക്കുറിച്ചാണ്. വളരെ മനോഹരമായിട്ടാണ് മത്തായി ശ്ലീഹ അന്ത്യവിധിയെക്കുറിച്ച് പറയുക. എപ്പോഴെല്ലാം ഈ ഒരു വചനം വായിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴെല്ലാം ഈ അന്ത്യവിധിയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ പലപ്പോഴും എന്നെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം, അത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സ്വപ്നമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2014 ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ്. കൃത്യമായിട്ടത് ഓർത്തിരിക്കാനുള്ള കാരണം, അന്ന് ഞാനൊരു ഇടവകയിൽ വലിയൊരു ഉത്സവം നടക്കുന്ന, വലിയ ആഘോഷം നടക്കുന്ന ദിവസമാണ്. ആ ഇടവകയുടേതായിട്ട് ജനങ്ങളെല്ലാം കൂടി സഹകരിച്ചൊരു വലിയ മതബോധന ഹാള്, അതുപോലെ തന്നെ ഒരു പാരിഷ് ഹാൾ, അതെല്ലാം പണിത് അതിൻ്റെ വെഞ്ചിരിപ്പ് നടക്കുന്ന ദിവസമാണ്. ഇടവകയ്ക്ക് വലിയ ഉത്സവമാണ്. വൈകുന്നേരമായപ്പോൾ ആഘോഷമായിട്ടുള്ള പൊതുയോഗം, അത് കഴിഞ്ഞുള്ള ഭക്ഷണം, അങ്ങനെ എല്ലാം കൊണ്ടും ഇടവക ഇങ്ങനെ ആഘോഷിക്കുന്നൊരു ദിവസമായിരുന്നു ആ 2014 ഫെബ്രുവരി 18-ാം തീയതി. അന്ന് മഹാസമ്മേളനം നടക്കുമ്പോൾ വൈകുന്നേരത്തെ ബ്ലെസ്സിങ് എല്ലാം കഴിഞ്ഞു, ആ അനുമോദന സമ്മേളനം നടക്കുമ്പോൾ ഇപ്പം ഞങ്ങളെല്ലാം വേദിയിലുണ്ട്. കൈക്കാരൻ ആദ്യം പ്രസംഗിക്കാൻ തുടങ്ങി. കൈക്കാരൻ പറഞ്ഞു, ഇങ്ങനെ വികാരി അച്ഛൻ വന്നിട്ട് വലിയ കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെ ഒത്തിരി പ്രശംസിച്ചിങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛനും പറയാനുള്ളത് ഈ വികാരി അച്ഛനെക്കുറിച്ച്, വികാരി അച്ഛൻ്റെ ആത്മാർത്ഥതയൊക്കെയാണ്. അത് കഴിഞ്ഞ് ബിഷപ്പും എന്നെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. അതൊക്കെ കഴിഞ്ഞ് ആഘോഷമെല്ലാം കഴിഞ്ഞു, കിടന്നുറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം, എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടന്നു, ഭംഗിയായിട്ടില്ല. വെഞ്ചിരിപ്പ് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക, കൈക്കാരൻ പറഞ്ഞ നല്ല വാക്കുകൾ, പ്രൊവിൻഷ്യാളച്ചൻ പറഞ്ഞ നല്ല വാക്കുകൾ, ബിഷപ്പ് തന്നെ നേരിട്ട് പറഞ്ഞ കാര്യം, ഇതെല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഉറക്കം വരണില്ല. ഇതൊക്കെ ഇങ്ങനെ സന്തോഷിച്ചിങ്ങനെ കിടക്കുക. ഒത്തിരി വൈകിയാന്ന് ഉറങ്ങിയത്. പക്ഷേ ഉറക്കത്തിൽ ഇന്നും എൻ്റെ മനസ്സിൽ ഭയം ഉളവാക്കുന്ന ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നം ഇതാണ്: ആ ഇടവകയിൽ, ഞാനായിരുന്ന ആ ഇടവകയിൽ, ആ പള്ളിയിൽ നടുക്ക് അലങ്കരിച്ച ഒരു ശവപ്പെട്ടിയിൽ ഞാനിങ്ങനെ മരിച്ചു കിടക്കുന്നത്. അതാണ് സ്വപ്നം. അപ്പോൾ ഇങ്ങനെ കാപ്പയൊക്കെ ഇട്ട് കയ്യിൽ ഈ കാസയൊക്കെ പിടിച്ച് ആഘോഷമായിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ചിത്രമാണ് ഞാൻ കാണുക. മനുഷ്യർ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ പോകുന്നത് കാണുക. അപ്പോൾ പള്ളിയുടെ ഒരു സൈഡിലാണ് ഞാനും ഒരു മാലാഖയും കൂടെ അവിടെ ഇരിക്കുക. അപ്പോൾ മാലാഖയോട് പറയുകയാണ്, അച്ഛൻ്റെ ശവസംസ്കാരം നടന്നുകൊണ്ടിരിക്കുക, നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സ്വർഗത്തിൽ ചെല്ലുന്ന ഒരു രംഗമുണ്ട്. വലിയൊരു കാഴ്ചയാണ് അന്ന് സ്വപ്നത്തിൽ ഞാൻ അനുഭവിച്ച ആ ഒരു സ്വർഗത്തിൻ്റെ ദർശനം. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിയ ഒരു സ്ഫടികം കൊണ്ടുള്ള ഒരു വലിയ കെട്ടിടം, വലിയൊരു സംഭവം. അതിൻ്റെ വലിപ്പം നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് അതിശയം തോന്നിപ്പിക്കുന്ന ഒരു ചിത്രം. ചെന്നങ്ങ് ലാൻഡ് ചെയ്ത് വളരെ ഹൈടെക്കാണ്. ഡോറൊക്കെ പെട്ടെന്ന് അങ്ങ് തുറന്നു, ആഘോഷമായിട്ട്. അപ്പോൾ തുറന്നപ്പോൾ കാണുക കോടിക്കണക്കിന് മനുഷ്യരിങ്ങനെ ഉള്ളിലിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ക്രിസ്റ്റൽ കൊണ്ടുള്ള മനുഷ്യർ, വളരെ വളരെ പ്രകാശം നിറഞ്ഞ മനുഷ്യർ. എല്ലാവരും
ഞങ്ങളെ കണ്ടോടുകൂടി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു കൊടുത്ത ഫാദർ ജോയ് പറഞ്ഞു, ഫാദർ ജോയ് പറഞ്ഞു. വളരെ ആഘോഷമാണ്, ഉത്സവമാണ് അവിടെ. അങ്ങനെ അങ്ങോട്ട് കടന്നു ചെന്നു. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത വിധത്തിൽ വിശാലമായൊരിടം, പ്രകാശം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരെല്ലാം ഇങ്ങനെ ക്രിസ്റ്റൽ കൊണ്ടുള്ള മനുഷ്യർ. അപ്പോൾ മലാഖ എന്നോട് പറഞ്ഞു, അച്ഛൻ മുന്നോട്ട് പോവുക, അച്ഛൻ്റെ സീറ്റിൽ പേര് കൃത്യം എഴുതിയിട്ടുണ്ട്, അപ്പോൾ ആ പേര് നോക്കിയിട്ട് ആ സീറ്റിലിരുന്ന് കൊള്ളുക. അങ്ങനെ ഞാനിങ്ങനെ പേരന്വേഷിച്ച് പോയി, മുൻപിൽ നിന്നോട്ട് തുടങ്ങി. 1-ാം നിരയിൽ പോയി നോക്കി, പേര് കാണുന്നില്ല. 2-ാം നിരയിലേക്കായി പേര് കാണുന്നില്ല. 3-ാം നിരയിലേക്കായി പേര് കാണുന്നില്ല. ഇങ്ങനെ നോക്കി നോക്കി വന്നിട്ട് പേര് കാണാത്തൊരവസ്ഥ വരികയാണ്. അപ്പോൾ ഞാൻ നോക്കി, ഇനി ഒരു 2-3 നിരയും കൂടി ഉള്ളു. എന്താ ചെയ്യേണ്ടത്? ഞാൻ ആകെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി, വേർക്കാൻ തുടങ്ങി, ടെൻഷനായി, ആകെ അസ്വസ്ഥമാണ്. എന്താ ചെയ്യുക? ഒരു നിരയും കൂടി ഞാൻ നോക്കി, എൻ്റെ പേര് മാത്രം കാണുന്നില്ല അവിടെ. ഇനി നോക്കിയപ്പോൾ ഇനി 2 നിരയും കൂടി ഉള്ളു. എന്താ ചെയ്യുക? ആകെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു മണിയടിയാണ്. ദൈവമേ, എല്ലാം തീർന്നോ എന്ന് വിചാരിച്ച് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ കാണുന്നത്, അപ്പോഴാണ് മനസ്സിലാകുക ഞാൻ എൻ്റെ ഇടവകയിലെ എൻ്റെ മുറിയിലെ കട്ടിലയിലാണ്. സ്വപ്നമാണെന്ന് അപ്പോഴാണ് തിരിച്ചറിയാം. പക്ഷേ ആ സമയത്ത് എൻ്റെ കൈ മുഴുവൻ ഇങ്ങനെ വേർതിരിക്കണം, ആകെ അസ്വസ്ഥമായ, ശരീരം മുഴുവൻ വേർത്ത് കുളിച്ചിരിക്കുന്നൊരവസ്ഥ, ശ്വാസം കിട്ടാത്തൊരവസ്ഥ. ഏതാനും മിനിറ്റുകൾ എടുത്തു ശരിക്കും ഒന്ന് സുബോധത്തിലേക്ക് വരുവാനായിട്ട്. പക്ഷേ ആ സ്വപ്നം അത് സത്യത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. സത്യത്തിൽ എൻ്റെ ആ കപ്പ്യാരോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബഹുമാനം തോന്നിയ ദിവസം കൂടിയാണെന്ന്. കാരണം ആ മനുഷ്യനെ കൃത്യം 5:30 തന്നെ മണിയടിച്ചില്ല. ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ 2 നിരയും കൂടി നോക്കി ഇല്ലാതെ ഇത്രയും മനുഷ്യരുടെ ഇടയിൽ കൂടി ഞാൻ ഇങ്ങോട്ട് തല കുനിച്ച് പോരേണ്ടി വരുന്നൊരവസ്ഥ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കപ്പ്യാരോട് അന്ന് ഒത്തിരി ബഹുമാനവും ആദരവും തോന്നി, കൃത്യസമയത്ത് ആ മണിയടിച്ച്. പക്ഷേ ഇന്നും ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ അതിങ്ങനെ പിടിച്ച് കുലുക്കുകയാണ്. ഈ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിത്തിരിച്ചിട്ട് അവസാനം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു കസേര കിട്ടാതെ ഇറങ്ങിപ്പോരുന്നൊരവസ്ഥ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കാലുകളിങ്ങനെ കൂട്ടിയിടിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മത്തായിയുടെ സുവിശേഷം തന്നെ 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, അപ്പോൾ അവർ വന്ന് പറയും. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, പിതാവേ പിതാവേ, അല്ലെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. എന്നിട്ട് പറയും, അന്ന് അവർ പറയും, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗങ്ങൾ സുഖമാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല. വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ പിടയുന്ന വചനങ്ങളാണ്. ഈ ജീവിതം മുഴുവൻ നയിച്ച അവസാനം ദൈവത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് ചെയ്യുന്നതൊക്കെ ദൈവത്തിന് വേണ്ടിയാണെന്നൊക്കെ വിചാരിച്ചു കൂട്ടുന്ന നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല എന്നൊക്കെ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഈ അന്ത്യവിധിയിൽ കസേര നോക്കിയിട്ടൊരു പേരില്ലാതെ എല്ലാ മനുഷ്യരുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന അവസ്ഥകളൊക്കെ ഇന്നും എന്നെ കിടിലം കൊള്ളിക്കുന്ന ഒരു സ്വപ്നമാണ്. സത്യത്തിൽ ആ ഒരു സ്വപ്നം എൻ്റെ ചിന്താഗതിയെ തന്നെ മാറ്റിക്കളഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചൊരു സ്വപ്നമാണത്. എന്തായാലും ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായി ശ്ലീഹ നമ്മോട് പറയുകയാണ്, അന്ത്യദിനത്തിൽ മനുഷ്യപുത്രൻ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടും. ഇടയൻ ആടുകളെ, ചെമ്മരി ആടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവരെ വേർതിരിക്കും. നമുക്കറിയാം, ഇടയന്മാർ ഓരോ ആലയിലും ഓരോ തരം, ഒന്നിൽ കോലാടാണെങ്കിൽ മറ്റൊന്നിൽ ചെമ്മരിയാട്, അങ്ങനെ ആലകൾ തിരിച്ചാണ് സൂക്ഷിക്കുക. പക്ഷേ അതിനെ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ എല്ലാത്തിനെയും മേടിച്ച് ഒന്നിച്ച് കൊണ്ടുപോകുക. തിരിച്ചു വരുന്ന സമയത്ത് ഓരോന്നിനെയും തിരിച്ച് അതിൻ്റെ ആലയിലേക്ക് കയറ്റുന്നൊരവസ്ഥയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അന്ന് പറയുക, ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവർ വേർതിരിച്ച് നിർത്തും. എന്നിട്ട് അവൻ തൻ്റെ വലതുഭാഗത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇടതുഭാഗത്തുള്ളവരോട് പറയുന്നത്, നിങ്ങൾ നിത്യ അഗ്നിയിലേക്ക് പോവുക. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവരോട് ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യഭാഗ്യത്തിലേക്ക് പോകുക. കാരണം 6 കാരണങ്ങൾ അവിടെ ഈശോ വിവരിക്കുക മത്തായിയുടെ സുവിശേഷത്തിൽ. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ നൽകി.
എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ നൽകി. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ പരദേശിയായിരുന്നു, എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എപ്പോഴാണ് കർത്താവ് നിന്നെ ഞാൻ വിശക്കുന്നവനായി കണ്ടത്? എപ്പോഴാണ് ദാഹിക്കുന്നവനായി കണ്ടത്? എപ്പോഴാണ് രോഗിയായിട്ടോ കാരാഗ്രഹത്തിലോ ഞങ്ങൾ കണ്ടത്? ഞങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ കണ്ട കർത്താവൊക്കെ നല്ല വേഷഭൂഷാദികളോടെ ഇരിക്കുന്ന കർത്താവ്, നല്ല പള്ളിയിൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഈശോ. എവിടെയാണ് ഞങ്ങൾ വിശക്കുന്ന കർത്താവിനെ കണ്ടത്? എവിടെയാണ് ഞങ്ങൾ ദാഹിക്കുന്ന കർത്താവിനെ കണ്ടത്? എവിടെയാണ് രോഗിയായ ഒരു കർത്താവിനെ കണ്ടത്? ചോദിക്കുകയാണ്. ഇവിടെയാണ് ഈശോ കൊടുക്കുന്ന മറുപടി. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ സുവിശേഷത്തിലൂടെ യേശു നമുക്ക് നൽകുന്ന സന്ദേശം, ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. ഒരു മനുഷ്യന് ഈ ലോകത്തായിരിക്കുന്നത് ഇവിടെ അവസാനിക്കാൻ വേണ്ടിയുള്ളതല്ല. ഈ ലോക ജീവിതം കൊണ്ട് അവൻ നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമുണ്ട്. അത് നിത്യഭാഗ്യമാണ്, അത് സ്വർഗരാജ്യമാണ്. അത് നഷ്ടപ്പെട്ടാൽ, വചനം തന്നെ നമ്മൾ പറയുന്നില്ലേ, നീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്താ പ്രയോജനം? ഈശോ സൂചിപ്പിക്കുകയാണ് ഇവിടെ, നിന്റെ നിത്യരക്ഷ നീ നേടിയെടുത്തില്ലെങ്കിൽ ഈ ലോക ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമായിരിക്കുക? അപ്പോൾ ഈശോ ഇവിടെ പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിലാണ് പറയുക, ഈ ചെറിയവരിൽ ഒരുവന് വിശന്നപ്പോൾ, ഈ ചെറിയവരിൽ ഒരുവന് ദാഹിച്ചപ്പോൾ, ഈ ചെറിയവരിൽ ഒരുവൻ പരദേശിയായിരുന്നപ്പോൾ അവരിൽ എന്നെ കാണുവാൻ നിനക്ക് സാധിച്ചാൽ നിൻ്റെ ഈ ആത്മീയത കൊണ്ട് ഫലമുണ്ട്. അതല്ലെങ്കിൽ ഇത് ഒരു അതര വ്യായാമമോ ഒരു പ്രതിഫലം പറ്റാൻ സാധിക്കാത്ത ഒരു വേലയൊക്കെ ആയിട്ട് മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് ഈശോ നമ്മളെ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ത്യദിനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ നേരിടാൻ പോകുന്ന ഈ ഒരു വിധി ദിവസം, വചനം കൃത്യമായിട്ട് പറയുകയാണ്, എല്ലാവരും മുന്നിൽ നിൽക്കേണ്ട ഒരു ദിവസം. കർത്താവ് ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ആ വിധിക്കുന്ന ആ മാർഗങ്ങൾ കാണിച്ചു തന്നിരിക്കുക. ഈ ലോകത്തിൽ നീ ആയിരിക്കുമ്പോൾ, നീ ഈ ചെറിയവരിൽ ദൈവത്തിൻ്റെ മുഖം കണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കുന്ന വിശുദ്ധിയോടുകൂടെ അവർക്ക് വേണ്ടി നീ നിൻ്റെ ജീവിതം ചെലവഴിക്കുമ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവും. മദർ തെരേസയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, മദർ തെരേസയുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം കേട്ടിട്ട് വിദേശിയായ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ അമ്മയുടെ കൂടെ വന്ന് താമസിക്കുന്ന ഒരു ഭാഗം ജീവിതത്തിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി നാള് ഈ പത്രപ്രവർത്തകൻ കൂടെ നടന്ന് അമ്മ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ അമ്മയോട് ഈ പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ്, അമ്മയ്ക്കിത് എങ്ങനെ ചെയ്യാൻ സാധിക്കണം? ഈ പുഴുത്തരിച്ച മനുഷ്യരെ, ഈ ചീഞ്ഞ് നാറിയ ആ മണത്തോടു കൂടിയ മനുഷ്യരെ, ഈ വ്രണം പൊട്ടി ചലമൊഴുകുന്ന ഈ മനുഷ്യരെ എങ്ങനെ ഇത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ പറ്റണം? എന്നിട്ട് അയാൾ പറയുകയാണ്, 1 കോടി രൂപ തന്നാൽ പോലും എനിക്കിത് ചെയ്യാൻ സാധിക്കുകയില്ല. അമ്മ ആ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ആ രോഗി അവിടെ കിടത്തിയിട്ട് ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നൊരു വചനമുണ്ട്, നിനക്ക് 1 കോടി തന്നാൽ നീ ചെയ്യില്ലെന്നല്ലേ പറയുക, എനിക്ക് 1 അല്ല 9 കോടി തന്നാൽ എനിക്കും ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ആത്മനാഥൻ, എൻ്റെ യേശുവിൻ്റെ മുഖം ഇവരിൽ കാണുമ്പോൾ എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റും. ഇതെൻ്റെ ആരാധനയാണ്, ഇതെൻ്റെ ദൈവ ആരാധനയാണ്. ഇതാണെന്ന് വചനത്തിൽ പറയുക. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവം വ്യക്തമായ പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ദൈവ വിളികൾ ദൈവം നൽകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? സ്വർഗം നേടുവാൻ വേണ്ടി. ചിലരെ ദൈവം സമർപ്പണ ജീവിതത്തിലേക്ക് വിളിച്ചു, വൈദിക ജീവിതത്തിലേക്ക് വിളിച്ചു, മറ്റു ചിലരെ കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചു. ഏതായിക്കോട്ടെ ദൈവവിളി,
ദൈവം നിനക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ദൈവവിളി ഏതായിക്കോട്ടെ, ആ ദൈവവിളിയിലൂടെ സ്വർഗം പ്രാപിക്കുക എന്നുള്ളതാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ജീവിതത്തിൻ്റെ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം. അപ്പോൾ നമ്മൾ ഒരു കുടുംബജീവൻ നയിക്കുന്ന ഒരു വ്യക്തി എന്ന് വിചാരിച്ചോളുക. ആ കുടുംബജീവൻ നയിക്കുന്ന വ്യക്തിക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവിത പങ്കാളി, ആ പങ്കാളിയിൽ ഞാൻ എൻ്റെ യേശുവിൻ്റെ മുഖം കണ്ടിട്ട് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കുമ്പോൾ, വചനത്തിൽ നിന്ന് ഓരോ വാക്കും എടുക്കുക, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ ഒരു വിശപ്പ് അതെന്തെന്ന് തിരിച്ചറിയുക. അത് വെറുതെ ആഹാരം കൊണ്ട് മാത്രം തീരുന്ന ഒരു വിശപ്പായിരിക്കണമെന്നില്ല. ആ വിശക്കുന്ന ജീവിത പങ്കാളിക്ക് ആവശ്യമായത് നൽകുമ്പോൾ, അല്ലെങ്കിൽ ദാഹിക്കുന്ന ഒരു വ്യക്തി, ഒരു അംഗീകാരത്തിന് വേണ്ടിയാകാം, ഒരു സ്നേഹത്തിന് വേണ്ടിയാകാം, ഒരു നല്ല വാക്കിന് വേണ്ടിയാകാം, ദാഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയുടെ കൂടെയാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ ഈശോ പറയുകയാണ്, എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കാൻ തന്നു. ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഒരു സമർപ്പണം ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നാടും വീടും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ച ഒരു പുരോഹിതനോ സിസ്റ്ററോ ആയിക്കോട്ടെ, ആ വ്യക്തി ചെയ്യുന്ന ശുശ്രൂഷകൾ അത് കർത്താവിന് ചെയ്യുന്ന ശുശ്രൂഷയായി കണ്ട് ആ ഒരു മനോഭാവത്തോടെ ചെയ്യുമ്പോഴാണ് അത് വിശുദ്ധിക്കുള്ള വഴിയായിട്ട് മാറുക. പ്രിയപ്പെട്ടവർ, ഇന്നേ ദിവസം നമുക്ക് നമ്മുടെ ജീവിത അന്തസ്സിനെ കുറിച്ച് ചിന്തിക്കാം. തമ്പുരാൻ നമ്മളെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി ആരുമായിക്കോട്ടെ, അവരെ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാ? ദൈവത്തിന് നമ്മുടെ മേൽ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ്. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് സഹായം ചെയ്യുമെന്ന് ബോധ്യമുള്ളത് നമ്മുടെ കൈ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരാളുടെ കയ്യിൽ ആ ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവ് തന്നെ നശിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മറ്റാരെയും ഏൽപ്പിക്കാതെ നമ്മുടെ കരങ്ങളിൽ കൊണ്ട് തന്നിരിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കാനായിട്ട്, ആ വ്യക്തിക്ക് വേണ്ടി ഇല്ലാതായി തീരുവാനായിട്ട്, അങ്ങനെ ആത്മാവിനെ നേടി ഈശോയ്ക്ക് കൊടുക്കുവാനായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടെ തമ്പുരാൻ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എടുക്കേണ്ട മനോഭാവം, ഇത് എൻ്റെ നിത്യരക്ഷ നേടുവാൻ വേണ്ടി, എനിക്ക് നിത്യരക്ഷ നേടാൻ വേണ്ടി ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വഴിയാണിതെന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും, നമ്മുടെ പ്രവൃത്തിയിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. അതല്ലെങ്കിൽ എപ്പോഴും നിരാശയായിരിക്കും. എൻ്റെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കണില്ല, എനിക്കൊരു കരുതലും തരുന്നില്ല, ഞാൻ എന്തിന് ഇവർക്ക് വേണ്ടി ജീവിക്കണം? അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആയിക്കോട്ടെ, ഒരു വൈദികനായിക്കോട്ടെ, ഈ ഒരു ജനത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ചിട്ട് അവരെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, കുറ്റപ്പെടുത്തുകയാണ്. ഇങ്ങനെ 100,000 നെഗറ്റീവ് എനർജികൾ നമ്മളിലേക്ക് വരുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ഇവരെ ദൈവം നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നത് അവരുടെ ആത്മാവിനെ നേടി ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവരെ നേടിയെടുക്കുന്നതിലൂടെയാണ് എനിക്ക് എൻ്റെ ജീവനെ സ്വർഗത്തിലെത്തിക്കാൻ സാധിക്കുക. ഈ ഒരു മനോഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അർത്ഥം ഉണ്ടാവും. കർത്താവിൻ്റെ വചനം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, മറിച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ വചനം ശ്രവിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കാം. മാമോദിസ സ്വീകരിച്ച നമുക്കെല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്, നിങ്ങൾ ലോകം എങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. മാമോദിസയിലൂടെ നമ്മളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ്. എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ആ ഒരു ദൗത്യം നമ്മെ ഏൽപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ വീടും നാടുമെല്ലാം ഉപേക്ഷിച്ച് കവലയിൽ പോയി ഒരു സുവിശേഷം എടുത്ത് പ്രസംഗിക്കുക, അതല്ല കർത്താവ് ഉദ്ദേശിക്കുക. ഓരോരുത്തർക്കും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള വേദി കർത്താവ് തിരിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും അവരുടേതായുള്ള ജീവിതാന്തസ് നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ സുവിശേഷം പ്രസംഗിക്കേണ്ടത് തമ്പുരാൻ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ജീവിതാന്തസ്സിലാണ്. ഞാനൊരു വൈദികനായിരിക്കുന്നിടത്തോളം കർത്താവ് എന്നെ അയക്കുന്നിടത്തേക്ക് പോയിട്ട് അവിടെയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കേണ്ടത്. അവിടെയാണ് ഈശോ പറയുക, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിലല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലാണ്
നിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരിക്കുക. അപ്പോൾ കർത്താവിനെ ഭരമേൽപ്പിച്ച വ്യക്തികളുടെ മേൽ ദൈവം എന്താണ് വിഭാവന ചെയ്യുക, എന്ത് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊരു കുടുംബജീവൻ നയിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തി എന്നും ദൈവത്തോട് ചോദിക്കേണ്ടത്, തമ്പുരാൻ എനിക്ക് സമ്മാനമായി നൽകിയ ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. ആ വ്യക്തിയോട് എങ്ങനെയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുക, ആ വ്യക്തിയെ ആയിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, ആ വ്യക്തിയുടെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ. ഇപ്പോൾ ഒരാൾ നമ്മോട് ചോദിക്കുകയാണ്, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ വെള്ളം കൊണ്ടേ കൊടുക്കും, നമുക്ക് എളുപ്പമാണ്. പക്ഷേ ആ വ്യക്തിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ അത് ഒരു ലെവലും കൂടി അങ്ങ് മാറിയ ചോദിച്ചു കൊടുക്കുന്നതല്ല, കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിലാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി തമ്പുരാൻ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ് നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവട്ടെ. ആ വ്യക്തികൾക്ക് വേണ്ടി ഇല്ലാതായി അവരിൽ വിശക്കുന്ന, അവരിൽ ദാഹിക്കുന്ന, അവരിൽ നഗ്നരായ, അവരിൽ അല്ലെങ്കിൽ കാരാഗ്രഹത്തിലായിരിക്കുന്ന അവരിൽ യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവിടെ വിമോചകനാകുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഉപകരണങ്ങളായി മാറുകയാണ്. അങ്ങനെ ഈ ലോക ജീവിതത്തിൽ സന്തോഷത്തോടു കൂടെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ തമ്പുരാൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് ദൗത്യം എന്നുള്ള ബോധ്യത്തിൽ സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അന്ത്യ ദിനത്തെക്കുറിച്ചൊരു ഭയത്തിൻ്റെ ആവശ്യം വരികയില്ല. കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കും. പൗലോസ്ലീഹായെ പോലെ നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ നല്ലവണ്ണം ഓടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ നല്ല യുദ്ധം ചെയ്തു, അതിനാൽ ന്യായാധിപനായ ദൈവം എനിക്ക് കിരീടം നൽകാൻ പോകുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണം നമ്മളെ ഭയപ്പെടുത്തുന്നൊന്നാകില്ല. അത് ആ വിജയം നേടുവാനായിട്ട് ഓടി വിജയിച്ച വ്യക്തിക്ക് ഒരു ട്രോഫി കിട്ടുന്ന സമയത്തെ സന്തോഷം പോലെയായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ മരണമെന്ന് പറയും. അത് നിത്യസമ്മാനം മേടിക്കാനായിട്ടുള്ള ഒരുക്കമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവതിരുസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം, ഈ ദിവസത്തെ സമർപ്പിക്കാം, ഇനിയുള്ള നാളുകളെ സമർപ്പിക്കാം. കർത്താവിൻ്റെ വചനം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്നേ ദിവസം അവൻ വലതുഭാഗത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, നിങ്ങൾക്കായി അനാദിയിൽ ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ നൽകി, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ നൽകി, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എനിക്ക് സൗഖ്യം നൽകി. അപ്പോൾ അവർ ചോദിക്കും, എപ്പോൾ കർത്താവ്, എപ്പോഴാണ് നിന്നെ ഞങ്ങൾ രോഗിയായിട്ടോ പരദേശിയായിട്ടോ നഗ്നനായിട്ടോ വിശക്കുന്നവനായിട്ടോ ദാഹിക്കുന്നവനായിട്ടോ കണ്ടത്? അപ്പോൾ കർത്താവ് അരുളി ചെയ്യും, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകളടയ്ക്കാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം സത്യത്തിൽ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുൻകൂട്ടി കിട്ടുന്നത് പോലെയാണ്. വ്യക്തമായിട്ട് വചനം നമ്മോട് പറയുകയാണ്, അന്ത്യദിനത്തിൽ നമ്മോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ. ഈ ചെറിയവരിൽ യേശുവിൻ്റെ തിരുമുഖം കാണുവാൻ നിനക്ക് സാധിച്ചോ? നിന്നെ ഭരമേൽപ്പിച്ച നിൻ്റെ ജീവിത പങ്കാളിയിൽ, നിൻ്റെ മക്കളിൽ, നിൻ്റെ മാതാപിതാക്കളിൽ യേശുവിൻ്റെ മുഖം കാണുവാൻ നിനക്ക് സാധിച്ചോ? ദൈവത്തിൽ ആരാധന അർപ്പിക്കുന്ന അതേ വിശുദ്ധിയിൽ നിന്നെ ഭരമേൽപ്പിച്ചവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും നിനക്ക് സാധിച്ചോ? എങ്കിൽ ഇതാ പിതാവ് നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഈ സ്വർഗരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ദൗത്യം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് കൃപ ഞങ്ങൾക്ക് നൽകണമേ. അന്ത്യത്തിനായിട്ട് ഒരുങ്ങുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോക ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് നിത്യജീവൻ എന്നുള്ള ബോധ്യത്തിൽ നിത്യജീവന് ഉതകുന്നൊരു ജീവൻ നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ വരദാനങ്ങളാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ. അങ്ങയുടെ സ്നേഹത്തിൽ വളരുവാനും
അങ്ങയുടെ സ്നേഹം അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.